നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് യാതൊരു കാര്യങ്ങളും അമയിലെ അംഗങ്ങളാരും ജനറൽ ബോഡി യോഗത്തിൽ ഉന്നയിച്ചിട്ടില്ലെന്നും അതിനാൽ കേസുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്തിട്ടില്ലെന്നുമായിരുന്നു താരസംഘടനയായ അമയുടെ ഭാരവാഹികൾ വ്യക്തമാക്കിയത്. കേസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചപ്പോൾ വാർത്താസമ്മേളനം അവസാനിച്ചതായി പോലും പ്രഖ്യാപിച്ചു. പിന്നീട് ഇരു താരങ്ങൾക്കും പൂർണ്ണമായി പിന്തുണ നൽകുന്ന നിലപാടാണ് സംഘടനയുടേതെന്നും ആരെയും ഒറ്റപ്പെടുത്താൻ അനുവദിക്കില്ലെന്നും അമ്മയുടെ പ്രസിഡന്റ് ഇന്നസെന്റ് പ്രതികരിച്ചു. അമ്മയുടെ മക്കളാണ് അവരുടെ പിന്നിൽ ഞങ്ങൾ എന്നും അവരുടെ പിന്നിലുണ്ട്. മേലിൽ ഇങ്ങനെയുള്ള അക്രമങ്ങൾ വരാതിരിക്കണം, അതിനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതേസമയം ദിലീപിനെതിരെ ഉയർന്ന ആരോപണങ്ങളെ ഗണേഷ് കുമാർ, മുകേഷ് ഉൾപ്പെടെയുള്ളവർ പരസ്യമായി വാർത്താസമ്മേളനത്തിൽ പ്രതിരോധിച്ചു. നടിക്കെതിരെ താൻ നടത്തിയ പ്രസ്താവന തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടതാണെന്നായിരുന്നു ദിലീപിന്റെ പ്രതികരണം. ആ സഹപ്രവർത്തകയ്ക്ക് ഇങ്ങനെ ഒരു വ്യാഖ്യാനം സത്യം പറഞ്ഞ 2 ദിവസമായിട്ടുണ്ടായി. അവർ മനസ്സ് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ മനോരമയിലെ കൂടി ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തതാണ്. വുമൺ കളക്റ്റീവ് ഇൻ സിനിമയിലെ അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തെങ്കിലും സിനിമാ മേഖലയിലെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് താരങ്ങൾ യോഗത്തിൽ ഉന്നയിച്ചതെന്നും അതിന് സംഘടനയുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും യോഗം അറിയിച്ചു. അവർ ഇന്നലെ എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ ഞങ്ങൾ കൊടുത്ത ലെറ്റർ ചർച്ചയ്ക്ക് വെച്ചിരുന്നു. അവരിത് കൃത്യമായി പഠിച്ചിട്ട് ഇന്ന് എല്ലാ രീതിയിലുള്ള പിന്തുണയും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അക്രമത്തിനിരയായ നടിക്കും ആരോപണ വിധേയനായ നടനുമൊപ്പമാണ് തങ്ങളെന്നായിരുന്നു താരസംഘടനയായ അമ്മയുടെ പ്രഖ്യാപനം. എന്നാൽ കേസുമായി ബന്ധപ്പെട്ട യാതൊരുവിധ ചർച്ചകളും ഇന്നത്തെ ജനറൽ ബോഡി യോഗത്തിൽ ഉണ്ടായില്ല. അക്രമത്തിനിരയായ നടിക്കും ആരോപണ വിധേയനായ നടനുമൊപ്പമാണ് തങ്ങളെന്നായിരുന്നു താരസംഘടനയായ അമ്മയുടെ പ്രഖ്യാപനം. എന്നാൽ കേസുമായി ബന്ധപ്പെട്ട യാതൊരുവിധ ചർച്ചകളും ഇന്നത്തെ ജനറൽ ബോഡി യോഗത്തിൽ ഉണ്ടായില്ല. റിയ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.